സ്നേഹമുള്ളവരെ, 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. നിന്റെ ശത്രുക്കളുടെ മുൻപിൽ അവൻ നിനക്ക് വിരുന്നൊരുക്കും. നിന്റെ ശിരസ്, നിന്റെ തല അവൻ ഉയർത്തി നിർത്തും. അത് തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്യും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു താൻ വളർന്ന പട്ടണമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ, എല്ലാ ദിവസത്തെയും പോലെ അവിടുത്തെ ഒരു സിനഗോഗിൽ അവൻ കയറി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തു വായിക്കാൻ തുടങ്ങി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരോടെല്ലാം സംസാരിക്കുവാൻ തുടങ്ങി. പക്ഷെ യേശുവിന്റെ ഈ സംസാരം ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, ആർക്കും അത്ര ദഹിച്ചില്ല. അവർ യേശുവിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഉയർന്ന ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി യേശുവിനെ തലകീഴായി തള്ളിയിടാൻ നോക്കുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 30-ാം തിരുവചനം പറയുന്നു, അവനെ തലകീഴായി തള്ളിയിടാൻ നോക്കിയവരുടെ നടുവിലൂടെ യേശു കടന്നുപോയെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിലൂടെ, നിങ്ങൾ തകർന്ന് തരിപ്പണമായി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിലൂടെ ഒരു ജയാളിയായി ദൈവം നിന്നെ നടത്തിക്കും. നിന്നെ ഉയർത്തുവാൻ നീ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ്. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത്, കർത്താവിൽ വിശ്വസിക്കുക. ദൈവം കൂടെ ഉണ്ടെന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ.